അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലാ തുഖ്സിനി യൗമ യുബ്അസൂൻ യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. സഹോദരന്മാരെ, സഹോദരികളെ, ഒരു മാസം മുമ്പ് ഇതേ വേദിയിൽ വെച്ച് നിങ്ങളുടെ ജില്ലാ സമ്മേളനം നടന്നു. കുടുംബം സ്വർഗ കവാടം എന്ന വിഷയത്തിൻ്റെ വിവിധ വശങ്ങൾ ആ സമ്മേളനത്തിൽ ചർച്ച ചെയ്തതാണ്. ആ വിഷയം തന്നെയാണ് എന്നോടും സംസാരിക്കാൻ കൽപ്പിച്ചിട്ടുള്ളത്. കേട്ടതാണെങ്കിലും ആവർത്തന വിരസതയൊക്കെ അനുഭവപ്പെട്ടാലും ആവർത്തിച്ച് പറയേണ്ടതാണ് ഈ വിഷയം എന്നെനിക്ക് അഭിപ്രായമുണ്ട്. നമ്മളും നമ്മുടെ കുടുംബവും നമ്മൾ അധ്വാനിക്കുന്നത് സ്വർഗത്തിന് വേണ്ടിയാണ്. സ്വർഗം നമുക്കൊറ്റയ്ക്ക് പ്രവേശിക്കാനുള്ളതല്ല. സ്വർഗത്തിൽ നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാ ആളുകളും കൂടെ ഉണ്ടാവണം എന്ന് നമ്മൾ ആഗ്രഹിക്കേണ്ടതാണ്. അതിനുവേണ്ടി പ്രവർത്തിക്കേണ്ടതുമാണ്. അങ്ങനെ പ്രവർത്തിക്കണം എന്ന് നമ്മോട് കൽപ്പനയുമാണ്. യാ അയ്യുഹല്ലദീന ആമനൂ, വിശ്വസിച്ചവരെ, ഈമാൻ ഉൾക്കൊണ്ടവരെ. ഈ വിളി നമ്മയൊക്കെയാണ് വിളിക്കുന്നത്. യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസക്കും വ അഹ്ലീക്കും നാറ. വിശ്വാസികളെ, നിങ്ങൾ നിങ്ങളുടെ തടി കാത്തോളീൻ നരകത്തുനിന്ന്. വ അഹ്ലീക്കും, നിങ്ങളുടെ കുടുംബത്തിൻ്റെയും. നമ്മുടെ തടിയും നമ്മുടെ കുടുംബത്തിൻ്റെ തടിയും നരകത്തിൽ നിന്ന് കാക്കുക എന്നത് നമ്മുടെ ബാധ്യതയാണ്. അള്ളാഹു സ്വർഗത്തെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ ഒരുപാട് അനുഗ്രഹങ്ങൾ പറഞ്ഞു. അവിടെ നല്ല മണിമാളികകളുണ്ടാകും, അവിടെ സുഭിക്ഷമായ ഭക്ഷണം ഉണ്ടാകും, തേനരുവിയും പാലരുവിയും ഉണ്ടാകും, എല്ലാത്തരം പഴവർഗ്ഗങ്ങളുണ്ടാകും. കൂടെ അവിടെ നല്ല പക്ഷി മാംസ ആഹാരങ്ങളുണ്ടാകും. ഏറ്റവും നല്ല ഇണകളുണ്ടാകും. ഇങ്ങനെയൊക്കെ പറഞ്ഞതിൻ്റെ കൂടെ അവിടെ കുടുംബസമേതമാണ് ഒരുമിച്ച് കൂടുക എന്ന് പറഞ്ഞു. എനിക്ക് ഏറ്റവും സന്തോഷകരമായി തോന്നുന്നത് അതാണ്. കുടുംബസമേതാണ് സ്വർഗത്തിൽ ഒരുമിച്ച് കൂടുക. അള്ളാഹു സ്വർഗത്തിൽ പ്രവേശിക്കാൻ അവസരം ലഭിച്ചാൽ ഞാൻ ആദ്യം കാണാൻ ആഗ്രഹിക്കുന്നത് വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചു എൻ്റെ ഉമ്മയായിരിക്കും. ജീവിച്ചിരിക്കുമ്പോൾ മാതാപിതാക്കൾ മരിച്ചുപോയത് അതെന്നും നമുക്ക് ഓർമ്മകളാണ്. പ്രത്യേകിച്ച് നോമ്പ് കാലത്ത്, ഒന്നാമത്തെ നോമ്പിൻ്റെ അന്നൊക്കെ പ്രത്യേകിച്ച് പറയും. ഉമ്മുള്ള കാലത്ത് റമദാൻ മാസം വരുമ്പോൾ വാപ്പാൻ്റെ കൂടെ ഈദ്ഗാഹിലേക്ക് പോയത്, ഒരു അണ്ടർതി വരുമ്പോൾ, ആഘോഷം വരുമ്പോൾ നേരത്തെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന മാതാപിതാക്കളെ നമ്മൾ വല്ലാതെ ഓർക്കും.
ഇനി നമ്മുടെ കൂടെ നോമ്പെടുക്കാൻ, നമ്മുടെ കൂടെ പെരുന്നാൾ ആഘോഷിക്കാൻ ആ മാതാപിതാക്കളില്ല. ആര് ജീവിച്ചിരിപ്പുണ്ടായാലും ഒരു വിധവയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭർത്താവൂല. വിധവയായ ഒരു സ്ത്രീയോട് ക്ഷേമാന്വേഷണം നടത്തുമ്പോൾ താത്ത സുഖം തന്നെയല്ലേ ചോദിക്കുമ്പോൾ അവർ പറയും അല്പം വേദനയോടെ, ഇപ്പം മക്കളും പേരമക്കളും മരുമക്കളും ഒക്കെ ഉണ്ട്, എന്നാലും മൂപ്പരില്ല എന്നതാണ് പ്രയാസം എന്ന്. വിഭാര്യനായ ഭർത്താവിനോട് ക്ഷേമാന്വേഷണം നടത്തുമ്പോൾ അയാൾക്കും പറയാനുള്ളത് അതാണ്, അവൾ കൂടെയില്ല, അവൾ ഉണ്ടായിരുന്നെങ്കിൽ, അവൾ ഉണ്ടായിരുന്നെങ്കിൽ എന്നത് വല്ലാത്തൊരു വർത്തമാനമാണ്. നമ്മുടെ മക്കൾ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് പിരിഞ്ഞു പോകും, വലിയ വേദന ഉണ്ടാക്കും. വലിയ വേദന ഉണ്ടാക്കുന്ന സംഗതി ആ പ്രായത്തിലുള്ള ആളുകളെ കാണുമ്പോഴൊക്കെ എൻ്റെ മോളുണ്ടായിരുന്നെങ്കിൽ, എൻ്റെ മോനുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഇത്രയൊക്കെ ആകുമായിരുന്നല്ലോ എന്ന് ഓർക്കും. ആ മരിച്ചുപോയ മോൻ്റെ മോളെ മുഖം ഒരു നോക്കുകൂടി കാണാൻ നമ്മൾ കൊതിക്കുന്നുണ്ടെങ്കിലും ദുനിയാവിൽ അവസരമില്ല. മരിച്ചുപോയ മാതാപിതാക്കളെ കാണാൻ ദുനിയാവിൽ അവസരമില്ല. പ്രിയതമയെ കാണാൻ ദുനിയാവിൽ ഇനി അവസരമില്ല. അതാണ് അല്ലാഹു തആല പറഞ്ഞത്, സ്വർഗത്തിൽ അവർ കൂടെ ഉണ്ടാകും. നമ്മൾ സ്വർഗത്തിലാണെങ്കിൽ അവരും സ്വർഗത്തിലാണെങ്കിൽ. അവരവരുടെ അമലുമായി പോയി. ഇനി അവർക്ക് സ്വർഗം നേടാൻ പ്രത്യേകിച്ച് കർമ്മങ്ങളൊന്നും ചെയ്യാനില്ല. അവർക്ക് ഖബറിലേക്ക് പ്രതിഫലമായി കൂലിയായി എത്തുന്ന സൽക്കർമ്മമാണ് മക്കളെ നമ്മുടെ പ്രാർത്ഥന. നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി നമ്മൾ നടത്തുന്ന തേട്ടം മറക്കരുത്. ഈ റമളാനിലെ പ്രാർത്ഥനകളിൽ മരിച്ചുപോയ മാതാപിതാക്കളെ, ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടിയും. അപ്പോൾ ഞാൻ സൂചിപ്പിക്കുന്നത് സ്വർഗത്തിലെ ഏറ്റവും വലിയൊരു അനുഗ്രഹം തന്നെയായിരിക്കും കുടുംബത്തോടൊപ്പമാവുക എന്നത്. അവർ നല്ലവരാണെങ്കിൽ എന്ന് ഞാൻ പറഞ്ഞു, അവരുടെ അമലുമായി പോയി. ഇനി അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുക എന്നത് മാത്രമാണ് ചെയ്യാനുള്ളത്. നമ്മൾ നന്നായി ജീവിക്കുക, നമുക്ക് വേണ്ടി നമ്മൾ നന്നായി ജീവിക്കുക, നമ്മുടെ കുടുംബത്തെ നമ്മോട് നന്മയിൽ ചേർത്ത് നിർത്തുക. ഭാര്യയെ, ഭർത്താവിനെ, മക്കളെ എല്ലാ നന്മയിലും പങ്കാളികളാക്കി നന്നായി ജീവിച്ച് നന്നായി മരിച്ചാൽ സ്വർഗമുണ്ട്. ആ സ്വർഗത്തിൽ നേരത്തെ പിരിഞ്ഞുപോയ ആളുകളൊക്കെ നമ്മുടെ കൂടെ ഉണ്ടാകും. അതൊരു വലിയ അനുഗ്രഹമാണ്. എൻ്റെ വിഷയം ഒരുപാട് വിശാലമാണ്. ഞാൻ ആദ്യം ഓതിയ ആയത്തിലേക്ക് വരാം. ഖും അൻഫുസക്കും വഅഹ്ലീക്കും നാറ. നിങ്ങളും നിങ്ങളുടെ കുടുംബത്തിൻ്റെയും തടി നരകത്തിൽ നിന്ന് കാക്കണം എന്നത്. നമ്മളുടെ മക്കൾ ഒരു വലിയ അനുഗ്രഹമാണ്. മക്കളെ സംബന്ധിച്ച് ഖുർആൻ്റെ പരാമർശം മക്കൾ അനുഗ്രഹമാണ്, മക്കൾ പരീക്ഷണമാണ്, മക്കൾ നിങ്ങളുടെ ശത്രുക്കളാണ്, മക്കൾ അലങ്കാരമാണ്. ഇങ്ങനെയൊക്കെ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. മക്കൾ നിങ്ങളെ അഹങ്കരിപ്പിക്കുന്ന വസ്തുക്കളാണ് എന്നും പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു നശിപ്പിച്ച ജനവിഭാഗത്തിൻ്റെ ചരിത്രം പറയുമ്പോൾ അവരുടെ ഒരു ചിന്ത ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അവരുടെ ധാരണ ഞങ്ങൾക്ക് അള്ളാഹിൻ്റെ ശിക്ഷയൊന്നും വരില്ല എന്നായിരുന്നു. നഹനു അക്സറു അംവാലം വ ഔലാദ,
ഞങ്ങൾക്ക് ധാരാളം സമ്പത്തും ഉണ്ട്, മക്കളും ഉണ്ട് എന്നാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ആരും പേടിക്കാനില്ല. ഇതൊരു അഹങ്കാരമാണല്ലോ. ഞങ്ങൾക്ക് മക്കളുണ്ട്, ആരും പേടിക്കാനില്ല. സാധാരണ പറയാറുണ്ട്, മക്കളെയും മാമ്പൂവും കണ്ട് വല്ലാതെ പ്രതീക്ഷിക്കേണ്ട. മാവിൻ്റെ പൂവേ, മാവ് പൂത്തൊലഞ്ഞു നിൽക്കുമ്പോൾ ഇക്കൊല്ലം മാങ്ങക്ക് പഞ്ഞുണ്ടാവില്ല എന്ന് നമുക്ക് ഉറപ്പാവും. പക്ഷെ ഒരൊറ്റ മഴക്കാറ് മതി മാവിൻ്റെ പൂവ് മുഴുവനും കരിഞ്ഞു വീണു പോകാൻ. മഴക്കാറുണ്ടായാൽ മാവിൻ്റെ പൂവ് കരിഞ്ഞു പോകും. മക്കളെയും അള്ള വിചാരിച്ചാൽ അള്ളാഹ്ക്ക് പിൻവലിക്കാൻ ഒരു പണിയുമില്ല. അപ്പോൾ വലിയ പ്രതീക്ഷ മക്കളിൽ ഉണ്ടാകേണ്ടതില്ല. എന്നാൽ നമുക്ക് പ്രതീക്ഷയ്ക്ക് വകയുള്ളതുമാണ്. ഒരു കാരണവശാലും അഹങ്കരിക്കരുത്. മക്കൾ എന്ന ചിന്തയിൽ അള്ളാഹനെ മറന്നു പോവുകയും ചെയ്യരുത്. മറക്കും ചിലരൊക്കെ. അതുകൊണ്ട് എല്ലാ വെള്ളിയാഴ്ചയും ഇമാമ് ഉറക്ക ഓതി കേൾപ്പിക്കണത്, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുൽഹിക്കും അംവാലുക്കും വലാ ഔലാദുക്കും അൻ ദിക്രില്ലാഹ്. അള്ളാഹിനെ കുറിച്ചുള്ള ഓർമ്മയിൽ നിന്ന്, ദൈവസ്മരണയിൽ നിന്ന് നിങ്ങളുടെ സമ്പത്തും സന്താനങ്ങളും നിങ്ങളെ അശ്രദ്ധരാക്കാതിരിക്കട്ടെ എന്നാണ്. മക്കളോന്ന് വിചാരിച്ചിട്ടേ, സമ്പത്തോന്ന് വിചാരിച്ചിട്ട് അള്ളാഹിനെ മറക്കരുത് കേട്ടോന്നാ. എല്ലാ വെള്ളിയാഴ്ചയും ഇമാം ഉറക്കോദിയ ജുമാക്ക്. വമൻ യഫ്അൽ ദാലിക ഫൗലൈക ഹുമുൽ ഖാസിറൂൻ. അങ്ങനെ ആരെങ്കിലും ആയാൽ അവർ നഷ്ടക്കാരിൽ പെട്ടുപോകും. ഇപ്പോൾ മക്കളെ കൈകാര്യം ചെയ്യുമ്പോൾ, സമ്പത്ത് കൈകാര്യം ചെയ്യുമ്പോൾ നല്ല സൂക്ഷ്മത പുലർത്തണം എന്നാണ്. മക്കളില്ലാത്തവർക്കേ മക്കളില്ലാത്ത വേദന അറിയുള്ളൂ. മക്കൾ വേണോ വേണ്ടേ എന്ന് സംശയിക്കണ കാലത്താണ് നമ്മളുള്ളത്. മക്കളുണ്ടാകാൻ കാരണമാകുന്ന സംഗതി തന്നെ വേണോ വേണ്ടേ എന്നുള്ളിടത്താണ്. വിവാഹം തന്നെ വേണോ വേണ്ടേ എന്നുള്ളിടത്ത്. അതൊക്കെ മക്കളെ ഇപ്പം അങ്ങനെയൊക്കെ പറയാൻ തോന്നും, വേണ്ടെന്നൊക്കെ. കുറച്ച് കഴിയുമ്പോൾ ഒരുത്തൻ്റെ തണൽ ആവശ്യമായി വരുന്ന സമയത്ത് ഖേദം വരും. ഉണ്ടായിരുന്നെങ്കിൽ, ഭർത്താവ് ഉണ്ടായിരുന്നെങ്കിൽ, മക്കളുണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ കൊതിക്കും. മക്കള് ഒരു തണലാണ്, ഒരാശ്വാസമാണ്, ഒരലങ്കാരമാണ്. മക്കള് ശത്രുക്കളുണ്ട് മക്കളിൽ. നിങ്ങളുടെ ഇണകളിലും നിങ്ങളുടെ മക്കളിലും അദുവ്വൻ, നിങ്ങൾക്ക് ശത്രുക്കളുണ്ട് എന്ന് ഖുർആൻ പറയാണ്. നമ്മുടെ മക്കൾ നമ്മുടെ ശത്രുവാകുമോ? ഇണ ശത്രുവാകുമോ? ചിലർക്കെങ്കിലും ചിലപ്പോഴെങ്കിലും അങ്ങനെ ആയിത്തീരാറുണ്ട്. ഒന്ന്, വയസ്സുകാലത്ത് നമ്മൾ പോറ്റി വളർത്തിയ മക്കൾ നമ്മുടെ വയസ്സായ സമയത്ത്, നമ്മുടെ ജീവിത സായാഹ്നത്തിൽ നമുക്ക് സഹായമാകേണ്ട മക്കൾ നമ്മളെ താങ്ങി എഴുന്നേൽപ്പിക്കേണ്ടവരും നമ്മെ പരിചരിക്കേണ്ടവർ, എല്ലാ അർത്ഥത്തിലും നമ്മുടെ സഹായമാകേണ്ട, തണലാകേണ്ട മക്കൾ തിരിഞ്ഞു നിന്ന് കൊഞ്ഞനം കുത്തുന്ന ഒരു ചിത്രം സൂറത്ത് അഹ്ഖാഫിൽ അല്ലാഹ് പറഞ്ഞു തരുന്നുണ്ട്. വലദീ ഖാലലി വാലിദൈഹി ഉഫ്ഫിൻ ലക്കുമാ തഇദാനിനി അൻ ഉഖറജ വഖദ് ഖലത്തിൽ ഖുറൂനു മിൻ ഖബ്ലി വഹുമാ യസ്തഗീസാനില്ലാ വൈലക് ആമിൻ ഇന്ന വഅദല്ലാഹി ഹഖ്ഖുൻ ഫയഖൂലു മാ ഹാദാ ഇല്ലാ അസാതീറുൽ അവ്വലീൻ. ഉമ്മാനോടും വാപ്പാനോടും ഛേ എന്ന് പറഞ്ഞ് തർക്കിക്കുന്ന മക്കൾ. ആ തഇദാനിനിയൻ ഉഖറജ വഖദ് ഖലത്തിൽ ഖുറൂനു മിൻ ഖബ്ലി, മരിച്ചതിന് ശേഷം ഒരു ജീവിതം ഉണ്ടാകും എന്ന് പറഞ്ഞ് നിങ്ങൾ എന്നെ ഭീഷണിപ്പെടുത്തുകയാണോ? മകനങ്ങനെ ഒരു പരലോക വിശ്വാസമൊന്നുമില്ല. മകൾക്ക് അങ്ങനെ ഒരു ഖബറിലെ വിചാരണയും മഹിഷറിയും സ്വർഗവും നരകവും ഒന്നും ഓളെ ഉള്ളിൽ കയറിയിട്ടില്ല. ഉമ്മ പറയും ചെയ്യും, റമദാൻ മാസം അടി നോമ്പ് പറ്റോ, വാപ്പ പള്ളിയിൽ പോയിക്കോ മോനെ, ജമാഅത്തിന് പോയിക്കോ മോനെ,
എന്നൊക്കെ പറയുമ്പോൾ ഈ മകൻ തിരിഞ്ഞു നിന്ന് പറഞ്ഞത്, ഇത് പറഞ്ഞ് എന്നെ പേടിപ്പിക്കണ്ട. എന്തിനാ പോണേ പള്ളിയിലേക്ക്? എന്തിനാ നോൻപ് വിൽക്കണേ? എന്തിനാ നിസ്കരിക്കണേ? നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനല്ലേ. ആ തീക്കൊണ്ടും ആ ഖബറിലെ ലോക്കപ്പ് മർദ്ദനും അതിലൊന്നും എനിക്ക് വിശ്വാസമില്ല. അതുകൊണ്ട് അത് പറഞ്ഞ് എന്നെ പേടിപ്പിക്കേണ്ടതാണ്. ഇത് കേൾക്കുമ്പോൾ എന്തൊരു പ്രയാസം ഉണ്ടാവും ആ മാതാപിതാക്കൾക്ക്. എന്താ പറയുക? ഇനി പറഞ്ഞു കൊടുക്കണ പ്രായം കഴിഞ്ഞ്, തല്ലണ പ്രായം കഴിഞ്ഞ്, ഉപദേശിക്കണ പ്രായമൊക്കെ കഴിഞ്ഞ്. വഹുമാനില്ല, ഇവരല്ലാനോട് സങ്കടം പറയാം. കുറച്ചോനെ എൻ്റെ കുട്ടി ഇങ്ങനെ ആയിപ്പോയല്ലോ, എൻ്റെ മോള് പറഞ്ഞിട്ട് കേൾക്കണില്ലല്ലോ എന്ന് പറയണ മാതാപിതാക്കൾ. വഹുമാനില്ല വൈലക് ആമീൻ ഇന്ന വഅദല്ലാഹി ഹഖ്വൻ. ഒന്ന് വിശ്വസിക്കടാ, പടച്ചോൻ പറഞ്ഞത് സത്യടാ. ഇത് കേൾക്കുമ്പോൾ ഫയഖൂലു മാ ഹാദാ ഇല്ലാ അസാത്തീറുൽ അവ്വലീൻ. ഇതൊക്കെ മുത്തശ്ശി കഥകളാണ്. ഇതൊക്കെ പഴമക്കാർ പറയണ കഥ എന്നല്ലാതെ മരിച്ചിട്ട് പിന്നെ ഒരു ലോക്കപ്പ് മർദ്ദനോ പള്ളിപ്പറമ്പെന്ന്, പിന്നെ ഒരു മഹ്ശറേ ഒന്നുമില്ല. മരണത്തോടു കൂടി മണ്ണായി പോകും. ഹയാത്തുൻ സുമ്മ മൗത്തുൻ സുമ്മ ബഅസുൻ ഹദീസു ഖുറാഫത്തിൻ യാ ഉമ്മു അംരിൻ. അമ്രിൻ്റെ ഉമ്മ, ജീവിതം, മരണം, പിന്നെ ഒരു ബഅസ്, ഒരു പുനരുത്ഥാനം എന്നൊക്കെ പറഞ്ഞത് ഖുറാഫാത്താണ് ഉമ്മ. അത് ഉണ്ടാകില്ല. അപ്പോൾ അല്ല, ഇത് സംഭവിക്കും. ഇത് സംഭവിക്കും എന്ന ബോധ്യം നമുക്കും നമ്മുടെ കുടുംബത്തിനും നല്ലോണം ഉണ്ടാകേണ്ടതുണ്ട്. മക്കൾക്ക് നമ്മൾ നൽകേണ്ട നല്ല തർബിയത്തുണ്ട്. മക്കളെ വളർത്തുന്നതിന് തർബിയത്ത് എന്നാ പറഞ്ഞത്. മക്കൾ താനേ വളരലില്ല, വളർത്തലാകണം. താനേ വളരുന്നതിനും വളർത്തുന്നതിനും ഒരേ ഗുണമല്ല ഉണ്ടാകുക. വളർത്തുന്നതിന് ആ ഗുണം ഉണ്ടാവും. നല്ല സൗന്ദര്യവും നല്ല സൗരഭ്യവും കാട്ടുപുഷ്പങ്ങൾക്കല്ല ഉണ്ടാകുക, അത് വളർത്തുന്ന പൂന്തോട്ടത്തിലെ പൂക്കൾക്കുണ്ടാകുക. അപ്പോൾ നന്നായി പരിചരണം ലഭിച്ചാൽ നമ്മൾ ചട്ടിയിൽ വളർത്തുന്ന പൂച്ചെടി അലങ്കാരമാകും. അതിൻ്റെ പൂക്കൾ നല്ല സുഗന്ധം പരത്തും. ആ ചെടിക്ക് ആവശ്യമായ വെള്ളവും വളവും ചേർത്തുകൊണ്ടേയിരിക്കണം. ഒരു കൃഷി ഓഫീസിൽ നിന്ന് ഒരേ തരം വിത്ത് 3 പേർക്ക് വിതരണം ചെയ്തു എന്ന് സങ്കല്പിക്കുക. ഒരാൾക്ക് കിട്ടിയത് അയാൾ നട്ടത് കാലാവസ്ഥ പരിഗണിക്കാതെയാണ്. ഓരോ സീസണിന് പറ്റിയ കൃഷിയുണ്ട്. ആ സീസൺ യോജിച്ച് വന്നിട്ടില്ലെങ്കിൽ ഉണ്ടാവില്ല. ചിലത് വേനൽ ചൂട് സഹിക്കാനാവാതെ ഉണങ്ങിപ്പോകും, കരിഞ്ഞു പോകും. ചിലത് മഴത്തുള്ളി താങ്ങാനാവാതെ അത് തുള്ളി തെറിച്ചു പോയി എന്ന് പറയും. അപ്പോൾ സീസൺ പരിഗണിക്കാതെ നട്ട് അതുണ്ടാകാതെ പോയി. മറ്റേയാൾക്ക് കിട്ടിയത് മണ്ണ് പരിഗണിക്കാതെ നട്ട് വേരോട്ടം കിട്ടുന്ന മണ്ണിലല്ല നട്ടത്. അതുകൊണ്ട് അതും മുളച്ച് അതങ്ങനെ കരിഞ്ഞു പോയി, ഉണ്ടാകാതെ പോയി. 3-ാമത്തെ ആൾക്ക് കിട്ടിയ വിത്ത് അയാൾ കാലാവസ്ഥ പരിഗണിച്ച് മണ്ണ് പരിഗണിച്ച് നട്ട് നല്ല വളവും വെള്ളവും ചേർത്ത് കൊടുത്തപ്പോൾ അത് നന്നായി വളർന്ന് പുഷ്പിക്കുകയും കായ്ക്കുകയും ഒക്കെ ചെയ്ത്. ഇതുപോലെയാണ് നമ്മുടെ കയ്യിൽ കിട്ടുന്ന മക്കളും. നല്ല പരിചരണം ലഭിച്ചാൽ പുഷ്പിക്കും കായ്ക്കും ഒക്കെ ചെയ്യും. അല്ലെങ്കിലോ അതങ്ങനെ വാടിപ്പോകും, കരിഞ്ഞു പോകും, നമുക്ക് ഉപകാരപ്പെടാതെ പോകും. അപ്പോൾ മക്കൾക്ക് നല്ല പരിചരണം ആവശ്യമാണ്. നമ്മളൊരു വീട്ടിൽ ചെന്നപ്പോൾ അവിടുത്തെ വീട്ടുമുറ്റത്ത് നല്ലൊരു പൂച്ചട്ടിയിൽ നല്ലൊരു ചെടി കണ്ട്, നല്ല പൂക്കളുള്ള ചെടി. അതിന് ഇലകൾക്കും നല്ല വർണ്ണങ്ങളുണ്ട്, ആ പൂക്കൾക്ക് നല്ല സൗരഭ്യമുണ്ട്, സൗന്ദര്യമുണ്ട്. നമ്മൾ തുറിച്ച് നോക്കി ആ ചെടിയിലേക്ക്. അവിടുത്തെ കുടുംബിനി ചോദിച്ച് ഇതിൻ്റെ ഒരു കമ്പ് കൊണ്ടുപോകണോ?
ഏറെ തൃപ്തികരമായി. നമ്മളതിൻ്റെ ഒരു കമ്പ് വാങ്ങിപ്പോന്ന് നമ്മളെ വീട്ടിൽ കൊണ്ടുവന്നത് നട്ട് നമ്മളുടെ പരിചരണം മതിയായില്ല, നമ്മൾ ശ്രദ്ധിച്ചില്ല, അത് പുഷ്പിക്കൂല, അത് കായ്ക്കൂല. ഇതുപോലെയാണ് നമ്മുടെ മക്കൾക്ക് നല്ല പരിചരണം. ഏറ്റവും പ്രധാനപ്പെട്ടത് അവർ ദീനുള്ളവരാക്കുക എന്ന് തന്നെയാണ്. ദീനുള്ളവരാക്കുക. ദീനുള്ള കുട്ടി വളരണമെങ്കിൽ ദീനുള്ള ഉമ്മാൻ്റെ മടിത്തട്ടിലാണ് വളരുക. ദീനുള്ള ബാപ്പയാണോ? അതുകൊണ്ടാണ് വിവാഹം കഴിക്കുമ്പോൾ തന്നെ ഫദ്ഫർ ബിദാത്തി ദീൻ എന്ന് പറഞ്ഞത്. നമ്മൾ ചില ന്യായം പറയലുണ്ട്, നമ്മളെ വീട്ടിലേക്ക് ഇങ്ങോട്ട് കൊണ്ടുവരികയല്ലേ, അത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചോളണം എന്നില്ല. ദീൻ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചോളണം എന്നില്ല. പരാജയപ്പെട്ട ഒരുപാട് ആളുകൾ നമ്മുടെ മുന്നിലുണ്ട്. അത് റസൂലുള്ളാഹി കാണാത്ത ഒരു കുറുക്ക് വഴി നമ്മൾ കാണുകയാണ്. റസൂലുള്ളാഹി പറഞ്ഞത് ദീനുള്ളത് എടുത്തോളീന്നാണ്, കൊണ്ടുവന്നിട്ട് ഉണ്ടാക്കിക്കോളീന്നല്ല. കല്യാണം കഴിച്ചിട്ട് ദീനുണ്ടാക്കിക്കോളീന്നല്ല, ദീനുള്ളത് പരിഗണിക്കാൻ തന്നെയാണ് പറഞ്ഞത്. ഫസ്വാലിഹാത്തു ഖാനിതാത്തുൻ ഹാഫിളാത്തുൽ ലിൽ ഗൈബി ബിമാ ഹഫിളല്ലാഹ്. നല്ല ഭാര്യ എന്ന് പറഞ്ഞത് നല്ല അംഗലാവണ്യമുള്ളവളല്ല, ആകർഷകമായ തൊലിനിറമുള്ളവളല്ല, മനോഹരമായ പൽനിരയും കൺപീലിയും കാർക്കുന്തലും ഉള്ളവളല്ല. അതൊക്കെ നല്ലത് തന്നെ. പക്ഷേ സ്വാലിഹത്തായ പെണ്ണ് ഖാനിതാത്തുൻ ഹാഫിളാത്തുൻ ലിൽ ഗൈബി ബിമാ ഹഫിളല്ലാഹ്, അടക്കുവൊതുക്കുള്ള ഭക്തിയുള്ള ഭർത്താവിൻ്റെ അസാന്നിധ്യത്തിലും അള്ളാഹു സൂക്ഷിക്കാൻ ഏൽപ്പിച്ചത് സൂക്ഷിച്ച് ജീവിക്കുന്ന പെണ്ണാൻ. ആ സൂക്ഷ്മതയാണ് ഉണ്ടാവേണ്ടത്. സാധാരണ കർഷകർ പറയാറുണ്ട്, കുന്നമ്പാഴിൻ്റെ മുരട്ട് പൂവമ്പാഴിൻ്റെ കന്ന് പൊടിയിലാണ്. കന്ന് എന്ന് പറഞ്ഞാൽ വിത്ത്. കുന്നമ്പാഴിൻ്റെ മുരട്ട് പൂവമ്പാഴിൻ്റെ കന്ന് പൊടിയിലാണ്. അപ്പോൾ പൂവമ്പാഴിൻ്റെ കന്ന് വിത്ത് പൊടിഞ്ഞു വരണമെങ്കിൽ അത് പൂവമ്പാഴിൻ്റെ മുരട്ട് തന്നെ ഉണ്ടാവുള്ളൂ. നല്ല ഉമ്മാൻ്റെ മടിയിലെ നല്ല മക്കൾ വളർന്നു വരും. നല്ല ഉപ്പാക്കേ നല്ല മക്കൾ ഉണ്ടാവും. വിത്ത് ഗുണം 10 ഗുണം തന്നെയാണ്. അവിടെ നമ്മൾ നന്നാവണം. മാതാപിതാക്കൾ മക്കൾക്ക് മാതൃകയാവുക എന്നതാണ് നമ്മൾ നൽകുന്ന ഏറ്റവും വലിയ തർബിയത്ത്, റോൾ മോഡലാവുക എന്നത്. അപ്പോൾ നമ്മളൊക്കെ സംഘടനാ പ്രവർത്തകരാണ്. നോമ്പ് നോറ്റ് നോമ്പ് തുറക്കും പഠന ക്ലാസ്സും ഇതിൽ പങ്കാളികളാകാൻ വന്ന നല്ലവരാണ്. നമ്മുടെ ഈ നന്മ അടുത്ത തലമുറക്ക് ലഭിക്കണം. സാധിക്കുന്ന അത്ര മാതൃകാപരമായി നമ്മൾ ജീവിക്കണം. നമ്മിൽ നിന്ന് നമ്മുടെ കുടുംബത്തിനും നമ്മളുമായി ഇടപെടുന്ന ആളുകൾക്കും നമ്മുടെ പരിസരത്തിനുമൊക്കെ നന്മ കാണാൻ സാധിക്കണം. മറിച്ചാണെങ്കിലോ ആ കുട്ടി അങ്ങനെയൊക്കെ ചെയ്തിട്ടില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. അപ്പോൾ ഉമ്മാൻ്റെയൊക്കെ നല്ലപ്പം കാലത്തുള്ള അവസ്ഥ ഇപ്പം നമുക്കറിയാതാണ്. ഉമ്മാൻ്റെ നല്ല കാലത്ത് ഉമ്മ നന്നായി വിലസിയാണ്, പറയിപ്പിക്കാനുള്ളതൊക്കെ പറയിപ്പിച്ചാണ്. ആ ഉമ്മാൻ്റെ മോള് പിന്നെ അങ്ങനെ തന്നെ ആവുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഏറ്റവും നല്ല മാതൃകയാവുക, നമ്മളെ മക്കൾക്ക് ഏറ്റവും നല്ല മാതൃകയാവുക. മക്കൾക്ക് മാത്രമല്ല, നമ്മളുടെ പരിസരത്തിനൊക്കെ. ഒരു കഥ ചേർത്ത് പറയട്ടെ. ഒരു വഴിവക്കിൽ മധുരമിഠായിയുമായി ഇരിക്കുന്ന ഒരു നല്ല മനുഷ്യൻ, അയാളുടെ ചിന്ത ആരാണോ ആ വഴിക്ക് വരുന്നത് അയാൾക്ക് ഈ മധുരിമയുള്ള മിഠായി കൊടുക്കണം. നല്ല ഉദ്ദേശമാണ്. ആദ്യം വന്നത് ഒരു വൃദ്ധനായ മനുഷ്യൻ. ഇതാ മിഠായി എന്ന് പറഞ്ഞ് മിഠായി നീട്ടിക്കൊടുത്ത് അയാളത് നോക്കിയിട്ട് തലയാട്ടി വേണ്ടാന്ന് പറഞ്ഞാണ് പോയി. പിന്നെ വന്നൊരു യുവാവിന് നീട്ടിക്കൊടുത്ത് മിഠായി. യുവാവ് ഒന്ന് നോക്കിയിട്ട് നിരസിച്ച് വാങ്ങാതെ പോയി. പിന്നെ വന്നൊരു കൊച്ചു കുട്ടിയാണ്. അയാൾ ഉറപ്പിച്ച് കുട്ടിയല്ലേ മിഠായി എന്തായാലും വാങ്ങും. ആ കുട്ടിക്ക് ഈ മധുരമിഠായി നീട്ടിക്കൊടുത്തപ്പോൾ ആ കുട്ടിയും വേണ്ട എന്ന് പറഞ്ഞു പോയി. പിന്നെ വന്നത് 2 കണ്ണിനും കാഴ്ചയില്ലാത്ത അന്ധനായ മനുഷ്യൻ. അയാൾക്ക് നീട്ടിക്കൊടുത്തപ്പോൾ അയാൾ കൈ നീട്ടി
ആ മിഠായി സ്വീകരിച്ച കാരണം കണ്ണില്ലാത്തത് തന്നെയാണ്. കണ്ണുള്ള വൃദ്ധനും യുവാവും കുട്ടി പോലും മധുരമിഠായി സ്വീകരിക്കാതെ പോയത് ആ മിഠായി നീട്ടിക്കൊടുക്കുന്ന കയ്യിലെ ജീർണതകൾ കണ്ടിട്ടാണ്. ചീഞ്ഞൊലിക്കുന്ന ജീർണതകളുള്ള ഈ കൈ കൊണ്ട് മധുരമിഠായി നീട്ടിക്കൊടുത്തപ്പോൾ സ്വീകരിക്കാതെ പോയി. നമ്മൾ സംഘടനാ പ്രവർത്തകരാണ്. നമ്മൾ നീട്ടിക്കൊടുക്കുന്നത് വിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും മധുരിമയുള്ള ആദർശമാണ്. നീട്ടിക്കൊടുക്കുന്ന കരങ്ങളിൽ ജീർണത കണ്ടാൽ സ്വീകരിക്കാതെ പോകും. മക്കൾ പോലും. ഒരു കോളേജ് അധ്യാപകൻ ക്ലാസ്സിൽ കുട്ടികൾക്കിടയിൽ കുട്ടികൾ പാലിക്കേണ്ട മര്യാദകളെക്കുറിച്ച്, ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ പാലിക്കേണ്ട അകലത്തെക്കുറിച്ചൊക്കെ സംസാരിച്ചപ്പോൾ ഡിഗ്രി ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടി, സർ നിങ്ങൾ ഈ കാര്യമൊക്കെ ഞങ്ങളുടെ വാപ്പാർക്ക് പറഞ്ഞു കൊടുക്കണം കേട്ടോ. ആ അധ്യാപകൻ ആ കുട്ടിയെ പ്രത്യേകം ശ്രദ്ധിച്ച്, എന്താ അപ്പം അങ്ങനെ പറയാൻ കാരണം, ആ സദസ്സിന് ക്ലാസ്സിൽ നിന്ന് എന്താ പറയാൻ കാരണം ചോദിച്ചില്ല. ആ കുട്ടിയെ ഒറ്റയ്ക്ക് വിളിച്ചിട്ട് അധ്യാപകൻ ചോദിച്ചു, എന്താ അങ്ങനെ പറയാൻ കാരണം. അപ്പോൾ കുട്ടി പറയാ, എൻ്റെ വാപ്പ 75 ബാച്ചാ SSLC. വാപ്പാക്ക് ഇപ്പോൾ 10-67 വയസ്സായി ഉണ്ടാവും. 75 ബാച്ചാണ്. ആ ബാച്ച് സംഗമത്തിന് ശേഷം വാപ്പാക്ക് ഒരുപാട് ഇത്താത്തമാരുമായിട്ട് പരിചയക്കാരാണ്. വാപ്പാക്ക് രാത്രി ഇവർക്കൊക്കെ ഫോൺ ചെയ്യല പണി. എൻ്റെ വാപ്പാൻ്റെ തനിനിറം ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. എങ്ങനെയുണ്ട് മോളെ അഭിപ്രായം? വാപ്പാൻ്റെ തനിനിറം ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഈ ഫോൺ സന്ദേശം ശ്രദ്ധിക്കണ കുട്ടിയാണ്. മാതാപിതാക്കൾ നല്ല മാതൃകളായിട്ടില്ല എങ്കിൽ മക്കൾ ഓരോന്നും ഒപ്പിയെടുക്കല്ലേ. നമ്മുടെ ജീവിതം അവർ ശരിക്കും മനസ്സിലാക്കുകയാണ്. മോളെ ഫോൺ ഓഫാക്കിയാളാ, നിങ്ങൾ ഓഫാക്കിയണം. അപ്പോൾ തിരിച്ചു ചോദിക്കും, നിങ്ങൾ ഓഫാക്കിയണോ ചോദിക്കും, തിരിച്ചു ചോദിക്കും. അപ്പോൾ നന്മ കൽപ്പിക്കാനുള്ള, അവരെ തിന്മ വിരോധിക്കാനുള്ള അർഹത നമുക്കുണ്ടാവണമെന്ന് സൂചിപ്പിക്കും. മാതാപിതാക്കൾ നല്ല മാതൃകളാകണം. മക്കളെ ഞാൻ പറഞ്ഞ പരിചരണം ലഭിക്കാതെ പോയാൽ അലങ്കാരം സീനത്താണെന്ന് ഖുർആൻ പറഞ്ഞല്ലോ. മക്കൾ അത് മറിച്ചാവും, അലങ്കോലമായി മാറും. ഈ സീനത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ടല്ലോ, ആർക്കും ബോധ്യമാവും, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് നന്നായി ബോധ്യമാവും. മൊഞ്ചാക്കുന്നതിന് വേണ്ടി, അഴക് കൂട്ടുന്നതിന് വേണ്ടി, സൗന്ദര്യവർദ്ധനവിന് വേണ്ടി പലതും ചെയ്യുന്നവരാണ്. വീടും പരിസരവും അകവും പുറവും തടിയും ഡ്രസ്സും ഒക്കെ സാധിക്കുന്നത്ര അലങ്കാരമാക്കിയാണ് നമ്മൾ നിർത്താറുള്ളത്. വീടിൻ്റെ അലങ്കാരത്തിന് വേണ്ടിയാണ് വീട്ടുമുറ്റത്ത് ഒരു പട്ടിക്കൂട്, വീടിൻ്റെ അലങ്കാരത്തിന് വേണ്ടിയാണ് ഒരു പക്ഷിക്കൂട്, ലവ് ബേഡ്സ് പാറിക്കളിക്കുന്ന ആ പക്ഷിക്കൂട്. ഇതുപോലെ ഒരു മത്സ്യക്കൂട്, അക്വേറിയം. എന്തിനാ അത്? നമുക്ക് കറി വെക്കാൻ ഉപയോഗിക്കുന്ന മത്സ്യമല്ല, അലങ്കാര മത്സ്യങ്ങളാണ്. ഇതൊക്കെ അലങ്കാരത്തിനാണ്. വീട്ടിനകത്ത് കയറിയാലോ ആ ഷോക്കേസിൽ അത് അലങ്കാരത്തിനുള്ളതാണ്. എന്തൊക്കെയാണ് പ്രദർശിപ്പിച്ചിട്ടുള്ളത്? ഈ നമ്മുടെ ഉടലിൽ, നമ്മുടെ വസ്ത്രം എല്ലാം അലങ്കാരത്തിന്. ആ വീട്ടിലെല്ലാം ഈ പറഞ്ഞ പട്ടിക്കൂടും പക്ഷിക്കൂടും മത്സ്യക്കൂടും ഒക്കെ ഉള്ള ആ വീട്ടിനുള്ളിൽ ജീവൻ തുടിക്കുന്ന, ഓടിക്കളിക്കുന്ന ഒരു കുട്ടിയില്ല എങ്കിൽ ഒരലങ്കാരവും ഇല്ല വീടിന്. നമ്മുടെ മക്കളാണ് അലങ്കാരം. അവധി ദിവസങ്ങളിൽ വല്യപ്പ പറയും, സ്കൂൾ തുറന്നിട്ടിയാൽ മതി, ഇനി സ്കൂൾ തുറന്നിട്ടിയാൽ ഈ ശല്യം തീർന്നു. ഇനി 4 ദിവസം വിരുന്നു പോയാലോ പേരക്കുട്ടികൾ. അപ്പോൾ വല്യപ്പ എന്താ പറയാ, മോനെ ഈ പോയാൽ കുട്ടികളെ കൂട്ടിക്കൊണ്ടുവന്നാ ഇവിടെ മരിച്ച വീട്ടിലേക്ക് എന്ന മാതിരി ഉണ്ട് കുട്ടികളില്ലാഞ്ഞിട്ട്. മരിച്ച വീട്ടിലേക്ക് എന്ന മാതിരിയാ കുട്ടികളില്ലാത്ത വീട്. മക്കൾ വേണം. എന്ന് വേണം? നവദമ്പതിമാരുടെ ആദ്യ ചർച്ചകളിൽ, മധുവിധു നാളിലെ ചർച്ച, കുട്ടികൾ വേണോ വേണ്ടേ എന്നുള്ള ഒരു വിഭാഗം. ഇനി വേണം തീരുമാനിച്ചാൽ തന്നെ ഭാര്യ പറയും ഒരു 5 കൊല്ലം കഴിഞ്ഞിട്ട് മതി.
ഭർത്താവ് അല്ല, ഒരു 2 കൊല്ലം കഴിഞ്ഞിട്ടെങ്കിലും വേണമെന്നാ. ചിലപ്പോൾ ഭർത്താവായിരിക്കും വൈകി മതി, ഭാര്യ ഉടനെ വേണം. ഇതൊന്നും നമ്മൾ കണക്കാക്കിയ മാതിരി കിട്ടൂല. 2 കൊല്ലം കഴിഞ്ഞിട്ട് കിട്ടിയില്ലെങ്കിലോ, 5 കൊല്ലം കാത്തിരുന്നിട്ടും അള്ള തന്നില്ലെങ്കിലോ? അങ്ങനെയുണ്ടല്ലോ കുറേ ആളുകൾ, അങ്ങനെയുണ്ടല്ലോ. ലില്ലാഹി മുൽക്കു സമാവാതി വൽ അർള് യഖ്ലുഖു മാ യശാ. ആകാശഭൂമിയുടെ ഉടമാവകാശി അള്ളയാണ്. യഖ്ലുഖു മാ യശാ, അള്ള ഉദ്ദേശിച്ചത് അള്ള പടക്കും. യഹബു ലിമൻ യശാഉ ഇനാസ വയഹബു ലിമൻ യശാഉ ദുകൂർ. ചിലർക്ക് അല്ലാഹു തആല പെൺകുട്ടികളെ നൽകും, ചിലർക്ക് അല്ലാഹു തആല ആൺകുട്ടികളെ നൽകും. അല്ലെങ്കിൽ അല്ലാഹു തആല ഇട കലർത്തി ഔ യുസവ്വിജുഹും സുക്റാനം വൈനാസ. ആണും പെണ്ണും ഇട കലർത്തി നൽകും. 2 ആണും 1 പെണ്ണും, അല്ലെങ്കിൽ 3 പെണ്ണും 2 ആണും ഒക്കെ ആയിട്ട്. എണ്ണം കേൾക്കണേ പേടിയാ ചിലർക്ക്. 3 ആണും 2 പെണ്ണെന്നൊക്കെ പറയുമ്പോഴേക്കേ അപ്പോൾ അത് ആകെ കൂട്ടിയാണ് 5 എണ്ണോ. അള്ളാഹിൻ്റെ അനുഗ്രഹം കൊണ്ട് 6 മക്കളുടെ പിതാവാണ് ഞാനതിൽ അഭിമാനം കൊള്ളുന്നു. ഇപ്പം 12 പേരക്കുട്ടികളുടെ വല്യപ്പയാണ്. അൽഹംദുലില്ലാഹ്, 1000 വട്ടം അള്ളാഹിനെ സ്തുതിക്കുന്നു. ഇനിയും കാത്തിരിക്കുന്നു പേരക്കുട്ടികൾ ഇനിയും ഉണ്ടാവാൻ. ഇതാണ് ജീവിതം. മക്കളും പേരമക്കളും അത് ഖുർറത്തു അയ്യുനാണ്, കൺകുളിർമയാണ്, കൺകുളിർമയാണ്. പേരക്കുട്ടികളുടെ മക്കളുടെ ഒക്കെ സാന്നിധ്യം. ഇപ്പോൾ എൻ്റെ കുടുംബം എൻ്റെ ജില്ലയിൽ ഇതേ സമയത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. കൊണ്ടോട്ടിയിൽ വെച്ച് മലപ്പുറം ഈസ്റ്റ് ജില്ല സംഗമം. അവിടെ പാട്ടുപാടാനുണ്ട് പപ്പ എന്ന് പറഞ്ഞ് പേരക്കുട്ടി പോയിട്ടുണ്ട്. പാട്ടുകളൊക്കെ ഇവിടേക്ക് ആവശ്യമാണ്. അപ്പോൾ പാട്ടിൻ്റെയൊക്കെ ഒരു കാലമാണ്. എല്ലാം നമ്മൾ പാട്ടാക്കി മാറ്റുന്ന ഒരു കാലമാണ്. അപ്പോൾ നമ്മുടെ കല്യാണമായാലും മറ്റായാലും ഒക്കെ പാട്ടുണ്ടല്ലോ. ഇതിലും ആവാം നല്ല പാട്ട്, നല്ല പാട്ടൊക്കെ നമ്മൾ അനുവദിക്കേണ്ടതാണ്. ഓരോ ദിവസവും ഇങ്ങനെ രാത്രി കിടക്കാൻ പോണ സമയത്തായിരിക്കും പപ്പാ വിളിച്ചിട്ട് ഫോൺ വിളി. ഓരോ പരീക്ഷയിലും കിട്ടിയ മികവ് അത് അയച്ചു തരാണ്. അതുകൊണ്ട് എന്താ ആവശ്യപ്പെടുന്നത്? സമ്മാനം വേണം, സമ്മാനം വേണം. ഇന്നലെ വിളിച്ച് USS പരീക്ഷ കിട്ടിയ സമ്മാനം വേണം കേട്ടോ, ഓഫർ. USS പരീക്ഷ എഴുതിയാണ് ഒരു പേരക്കുട്ടി. ഞാൻ പറഞ്ഞത് ഇങ്ങനെ, എൻ്റെ MMS പരീക്ഷ എഴുതി കുറച്ച് ദിവസം മുമ്പ്, ഓൾക്കും വേണം സമ്മാനം എന്ന് ആവശ്യപ്പെട്ടാണ്. ഇതൊക്കെയല്ലേ ജീവിതത്തിലെ സന്തോഷം എന്ന് പറഞ്ഞ വയസ്സുകാലത്ത്, മക്കളും പേരമക്കളും ഒക്കെ. അപ്പോൾ മക്കളില്ലാത്ത അവസ്ഥ ആലോചിക്കാൻ പോലും വയ്യ. മഹാനായ ഖലീലുല്ലാഹ് ഇബ്രാഹിം നബിയെയും സക്കരിയ നബിയെയും അള്ള പരിചയപ്പെടുത്തി തരുന്നത് കുറച്ച് താമസിച്ചു പോയി മക്കളുണ്ടാകാനാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ ദഅവത്ത് പ്രവർത്തനം കൊണ്ട് നാട്ടിൽ കറങ്ങിച്ചെല്ലാൻ പറ്റാത്ത എതിർപ്പ് നമ്രൂദ് രാജാവും അനുയായികളും. നാട്ടിൽ എതിർപ്പുണ്ടാകുക, ആശ്വാസം കിട്ടൽ എവിടെ? വീട്ടിൽ കയറി ചെല്ലുമ്പോഴാണ്. വീട്ടിൽ ചെല്ലുമ്പോൾ ബാപ്പാൻ്റെ എതിർപ്പ്, എറിഞ്ഞു കൊല്ലും, പൊയ്ക്കപ്പെടുന്നതാണ് ബാപ്പാൻ്റെ എതിർപ്പ്. അതിനാ വീട്ടിൽ നിന്നൊരു ഇറക്കം, ഇന്നി ദാഹിബുൻ ഇലാ റബ്ബി സയഹ്ദീൻ. ഞാനിതാ പോവാണ്, പടച്ചോ എനിക്കൊരു വഴി കാണിച്ചു തരും. വീട്ടിൽക്കും ചെല്ലാൻ വയ്യ, നാട്ടിൽക്കും ഇറങ്ങാൻ വയ്യ, പോവാണ്. പടച്ചോൻ എന്തെങ്കിലും ഒരു വഴി തുറന്നു തരും. എന്നിട്ട് അതിൻ്റെ കൂടെ പറഞ്ഞത് റബ്ബി ഹബിലി മിനസ്വാലിഹീൻ, സ്വാലിഹായ ഒരു സന്താനത്തെ തരണേ പടച്ചോനെ. ഞാൻ ഈ ആദർശം ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഅവത്ത് നടത്തിയോണ്ടാണല്ലോ ഇപ്പോൾ വീട് വിട്ട് പോകേണ്ടി വരുന്നത്. പടച്ചോനെ എൻ്റെ ശേഷം ഞാൻ ഈ ആദർശം ഏൽപ്പിച്ചു കൊടുക്കാൻ എനിക്ക് എൻ്റേതായൊന്നില്ലല്ലോ പടച്ചോനെ എന്നാ, എൻ്റേതായൊന്നില്ല, അത് തരണമെന്നാണ് പടച്ചോനോട് പ്രാർത്ഥിക്കണേ. മകന് വേണ്ടി കിട്ടി, ആ പ്രാർത്ഥന അള്ളാഹ് കബൂലാക്കി. കിട്ടിയപ്പോൾ അള്ളാഹിനോട് നന്ദി പറയാം. ഇതൊക്കെ വെറുക്കണ ഒരു കാലത്താണ് നമ്മൾ ജീവിക്കണേ. എൻ്റെ ഒരു സുഹൃത്ത് ഡോക്ടർ പറഞ്ഞത്, പുതിയ ദമ്പതിമാർ വന്നിട്ട് ക്ലിനിക്കിൽ നിന്ന് ആവശ്യപ്പെടുന്നത് ഡോക്ടറെ കുടുങ്ങിപ്പോയി ഒഴിവാക്കി തരണം എന്നാണ്. എത്ര വലിയ അക്രമമാണ് അറിയോ? നവജാത ശിശുവിനെ അല്ല, ജനിക്കാൻ അവകാശം നൽകാത്ത ഈ കുഞ്ഞിനെ ഗർഭപാത്രത്തിൽ വെച്ച് ബോംബിട്ട് കൊല്ലാൻ വേണ്ടി ആവശ്യപ്പെടുന്ന ദമ്പതിമാർ. ജനിച്ചതിന് ശേഷം
വേണ്ടാന്ന് വെച്ച് കൊന്നു കളയുന്ന, അമ്മ തൊട്ടിലൊക്കെ കൊണ്ടുപോയിടുന്ന ഉമ്മമാർ. ഇബ്രാഹിം നബിയുടെ വേദന അത് കിട്ടിയപ്പോൾ 2 കൈയും നീട്ടി സ്വീകരിച്ചിട്ട് പറയാ, അൽഹംദുലില്ലാ അല്ലദീ വഹബലി അലൽ കിബരി ഇസ്മാഈല വഇസ്ഹാഖ ഇന്ന റബ്ബീ ലസമീഉദ് ദുആ. വയസ്സുകാലത്ത് ഇസ്മായിൽ ഇസ്ഹാഖ് എന്നീ 2 മക്കളെ നൽകിയ റബ്ബേ, നിനക്കാണ് സർവസ്തുതിയും. നിന്റെ ഔദാര്യമായി ഓശാരമായി വഹബലീന ദാനമായി നൽകിയ റബ്ബേ, നിനക്കാണ് സർവസ്തുതിയും. ഇന്ന റബ്ബീ ലസമീഉദ് ദുആ, തീർച്ചയായും എൻ്റെ റബ്ബ് ദുആ കബൂലാക്കുന്നവനാണ്. റബ്ബി ലാ തദർനി ഫർദ വഅൻത ഖൈറുൽ വാരിസീൻ. സക്കരിയ നബി, എന്നെ ഏകനായിട്ട് ഒറ്റക്കായിട്ട് വിട്ടേക്കല്ല റബ്ബേ, മക്കളില്ലാത്ത അവസ്ഥയിൽ വിട്ടേക്കല്ല റബ്ബേ. വഅൻത ഖൈറുൽ വാരിസീൻ, ഏറ്റവും നല്ല പിൻഗാമിയെ തരാൻ കഴിവുള്ളവനാണ്. ഈ വേദനയോടുകൂടിയ പ്രാർത്ഥന അതൊക്കെ അല്ലാഹ് കബൂലാക്കി. നമ്മളും മക്കളെ ആഗ്രഹിക്കണം. മക്കൾ നല്ലവരായി വളരാൻ വേണ്ടി മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എൻ്റെ മക്കളിലൂടെ എനിക്ക് നന്മ നൽകണമേ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വസുരിയാത്തിനാ ഖുറത അയുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. ഞങ്ങളുടെ റബ്ബേ, ഞങ്ങളുടെ ഇണകളിലൂടെ മക്കളിലൂടെ നീ കൺകുളിർമ നൽകണമേ. വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ, ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും നാട്ടിൽ നന്മയുടെ മുന്നിൽ നടക്കുന്നവരായി, നന്മക്ക് നേതൃത്വം നൽകുന്നവരായി, മുത്തഖീങ്ങളുടെ ഇമാമുകളാക്കി മാറ്റണമേ. ഇതൊക്കെ നമ്മൾ പ്രാർത്ഥിക്കും വേണം, അതിനനുസരിച്ച് ജീവിക്കും വേണം. വിവാഹം കുറച്ചാ ഭാഗം പറഞ്ഞു പോട്ടെ, സമയമില്ല, ആവുമ്പോൾ പറഞ്ഞാൽ മതി. അപ്പോൾ സമയമായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പിന്നെ വിവാഹം വേണ്ട, മക്കൾ വേണ്ട എന്നൊക്കെ പറയണ്ടല്ലോ. ഇനി അഥവാ വിവാഹം ഉണ്ടെങ്കിൽ തന്നെ അത് എൻ്റെ സ്വാതന്ത്ര്യമാണ്, അത് എൻ്റെ സ്വാതന്ത്ര്യമാണ്. അത് ഇഷ്ടമുള്ള പോലെ ഞാൻ തിരഞ്ഞെടുക്കും. ഏതിക്കാൻ്റെ കൂടെ പോകേണ്ടതെന്നുള്ളത് ഞാൻ തീരുമാനിക്കും. അതിൽ ഉമ്മ ഇടപെടേണ്ട, വാപ്പി ഇടപെടേണ്ട, കുടുംബക്കാരും ഇടപെടേണ്ട, മഹല്ല് കമ്മിറ്റിയും ഇടപെടേണ്ട എന്നാണ്. എന്നിട്ട് ഓലെ തിരഞ്ഞെടുപ്പ്, ആ തിരഞ്ഞെടുപ്പൊക്കെ പറയുകയാണെങ്കിൽ കുറച്ച് വിശദീകരിച്ച് പറയേണ്ടതാണ്, സമയമില്ല. ഒരു തീരുമാനിച്ച് കഴിഞ്ഞിട്ട് 1 കൊല്ലം കഴിഞ്ഞ്, 2 കൊല്ലം കഴിഞ്ഞ്, 3 കൊല്ലം കഴിഞ്ഞിട്ട് കല്യാണത്തിന് ഒരുങ്ങുകയാണ്. ചിലപ്പോൾ കുടുംബത്തിൻ്റെ എതിർപ്പുണ്ടാവുമല്ലോ. ആ കാലയളവിലൊക്കെ അമ്മ കണ്ണീരൊലിപ്പിക്കുക, മോളെ അതിനേക്കാളും നല്ല കല്യാണം നമ്മൾ വേറെ ഉണ്ടാക്കാം, മോളെ ഒന്ന് ഒഴിവാക്കിക്കാളാ, പിന്തിരിഞ്ഞാളാ, അത് നമുക്ക് ഹൈറല്ല, അത് നമുക്ക് പറ്റിയല്ല, ആദർശമല്ല, ദീനില്ല, മോളെ ഇങ്ങനെ വിളിച്ച് പറഞ്ഞ് അമ്മ ഒരുപാട് കരഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവരെങ്ങനെ എല്ലായിടത്തും കാണുന്നുണ്ട് ആളുകൾ. നിങ്ങളെ മോളെ ആ സമയത്ത് അവിടെ കണ്ടിട്ടോ, ബീച്ചിൽ കണ്ട്, പാർക്കിൽ കണ്ട്, പാലത്തുമ്മ കണ്ട്, റിസോർട്ടിൽ നിന്ന് കണ്ട്, ഇവരവിടെയും ഇവിടെയൊക്കെ ഒരുമിച്ച് കൂടുന്നുണ്ട്, ഒരുമിച്ച് കൂടുന്നുണ്ട്. അതിന് ശേഷം ഒരു ഫോട്ടോ ഷൂട്ടിങ്ങിന് വേണ്ടിയുള്ള ഒരു നിക്കാഹ് ചടങ്ങ്, അല്ലാത്തൊക്കെ കഴിഞ്ഞ്. പൊന്നുമക്കളെ, വിവാഹത്തിൻ്റെ ഒരു ത്രില്ലും അതിനുണ്ടാവില്ല. വിവാഹത്തിനൊരു അനുഭൂതിയുണ്ട്, ഒരു ത്രില്ലുണ്ട്, വാക്കുകൾക്ക് അതീതാണ്. അത് ഈ വിവാഹത്തിൽ, പ്രേമവിവാഹത്തിലുണ്ടാവില്ല കേട്ടോ. എന്തുകൊണ്ടുണ്ടാവില്ല? പെണ്ണുങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഒരു ഉദാഹരണം പറയാം. പുതുമയുള്ളതിന് ഒരു രുചി അധികമാണ് അല്ലേ? ഇപ്പം നല്ലൊരു ഭക്ഷണം ഉണ്ടാക്കി, നിങ്ങളൊരു മന്തി ഉണ്ടാക്കി, ഒരു ബിരിയാണി ഉണ്ടാക്കി, അതിഥികളൊക്കെ വന്നപ്പോൾ 2-3 മണിക്കൂർ അതിന്മേൽ ചിലവാക്കി. അതിൻ്റെ ചൂടും ചൂരുമേറ്റ്, ഈ ഭക്ഷണത്തിൻ്റെ ചൂടും ചൂരുമേറ്റ് 2-3 മണിക്കൂറിൻ്റെ അധ്വാനത്തിന് ശേഷം ഭക്ഷണം ഉണ്ടാക്കി അതിഥികൾക്കൊക്കെ കൊടുത്ത് വിളമ്പി ഒരുമിച്ച് കഴിക്കുമ്പോൾ തിന്നിട്ട് പോണില്ല. ഉണ്ടാക്കിയാൽ പിന്നെ തിന്നാൻ കഴിയൂലെന്നാണ്. എന്തായിരിക്കും അല്ലേ? അങ്ങനെയല്ലേ അനുഭവം? അത് ഉണ്ടാക്കിയാൽ തിന്നാൻ തോന്നൂല, കഴിയില്ല. ആ സമയത്ത് നമ്മളൊരു കല്യാണത്തിന് പോയിട്ട് കയ്യടി ഇരുന്ന് തിന്നുകയാണെങ്കിലോ അത് റാഹത്തായിട്ട് സംതൃപ്തിയോട് കൂടി തിന്നാൻ കഴിയും ഇല്ലേ? എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയപ്പോൾ തിന്നാൻ സാധിക്കാതെ പോയത്?
അത് നേരത്തെ തന്നെ അതിൻ്റെ ചൂടും ചൂരും ഒക്കെ അനുഭവിക്കലും ആ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഓരോന്നൊക്കെ എടുത്ത് തൊള്ളയിലിടലും ഒക്കെ കഴിഞ്ഞ് പിന്നെ തിന്നാനൊരു പൂതിയില്ല. പ്രേമവിവാഹത്തിൻ്റെ അവസ്ഥ അതിനപ്പുറഞ്ഞ് പറയേണ്ടതില്ല. നിങ്ങൾക്ക് വല്ല മനസ്സിലായില്ലെങ്കിലും ഇവർക്ക് നല്ലോ മനസ്സിലായി. ഞാൻ പറഞ്ഞത് പടച്ചോനെ പേടിക്കുക, പടച്ചോനെ പേടിക്കുക. ഈ കാര്യങ്ങളിലൊക്കെ അള്ളാനെ ഭയപ്പെട്ട് ജീവിക്കണം. നമ്മൾ മാതൃകയാണ്. ഈ ഒത്തുചേരൽ ഏറെ ഫലപ്രദമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ റമദാനിനെ അർഹിക്കുന്ന ആദരവോടെ യാത്ര അയക്കാൻ ആരോഗ്യവും ആഫിയത്തും റബ്ബ് സുബ്ഹാനഹു വ തആല പ്രദാനം ചെയ്യട്ടെ. വീണ്ടും കണ്ടുമുട്ടാനും ഇങ്ങനെ ദീൻ ചർച്ച ചെയ്യാനും ഒക്കെയുള്ള അവസരങ്ങൾ നിങ്ങൾക്കും എനിക്കും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ പാപങ്ങൾ റബ്ബ് സുബ്ഹാനഹു വ തആല പുറത്ത് മാപ്പാക്കി തരട്ടെ. കുടുംബസമേതം സ്വർഗത്തിൽ ഒരുമിച്ച് ചേരാൻ അള്ളാഹു തുണക്കുമാറാവട്ടെ. വ ആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.